ഡി ധനസുമോദ് ചേരുകയാണ് നമ്മോടൊപ്പം. ഡി ധനസുമോദ്, ഈ ചർച്ചയിൽ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഫോർമുലകൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? പ്രഖ്യാപനം എന്നുണ്ടാകാനാണ് സാധ്യത? 23 വരെ സമയമുണ്ടല്ലോ എന്നാണ് ദീപാദാസ് മുൻഷി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചത്. അനുഷ, പ്രഖ്യാപനം 2 ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കടുത്ത അതൃപ്തിയാണ് ഈ തരത്തിലുള്ള പ്രകടനങ്ങളിൽ ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നത്. അത് എത്രയും വേഗം നേതാക്കന്മാർ തന്നെ തിരുത്തേണ്ടതാണ്. നേതാക്കന്മാർ തിരുത്തിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടാവില്ല. മാത്രമല്ല, ഒരു മഹാവിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ആണ് ഈ പല പ്രവർത്തകന്മാരിൽ നിന്നുണ്ടായത്. ഇത് നേതാക്കന്മാർ തത്സമയം ഇടപെടാത്തതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പ്രകടനങ്ങളിലും ഫ്ലെക്സ് ബോർഡ് പോരിലും ഹൈക്കമാൻഡിന് വളരെ വലിയ അതൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം നേരിട്ട് അറിയിക്കുകയായിരുന്നു. മാത്രമല്ല, ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം വീണ്ടും ഘടകകക്ഷികളുമായി ഹൈക്കമാൻഡ് നേരിട്ട് ആശയവിനിമയം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ എത്തുകയും കേരളത്തിലെത്തുകയും ഘടകകക്ഷികളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പക്ഷേ അവർ പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഒടുവിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഘടകകക്ഷികളോട് സംസാരിക്കാൻ തന്നെയാണ് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ധനസുമോദ്, ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പിന്തുണ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതേസമയം ഘടകകക്ഷികളുടെ പിന്തുണ VD സതീശനാണ്. അതുകൊണ്ടാണോ വീണ്ടും ഘടകകക്ഷികളുമായി ഒരു ചർച്ച നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള നീക്കത്തിലേക്ക് പോകുന്നത്? ഘടകകക്ഷികളുടെ പിന്തുണ പൂർണ്ണമായും ഉണ്ടായിരുന്നത് VD സതീശന് തന്നെയായിരുന്നു. പക്ഷേ ഘടകകക്ഷികൾ പലരും, പ്രത്യേകിച്ച് PJ ജോസഫ് അടക്കമുള്ളവർ പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് തന്നെയായിരുന്നു. പക്ഷേ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ പോയിരുന്നത് ആ തരത്തിലേക്ക് തന്നെയാണ്. കാര്യം KC വേണുഗോപാലിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും 2 ഉപതെരഞ്ഞെടുപ്പുകളാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഘടകകക്ഷികൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പിന് ഒരു വിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ ഈ ബാക്കിയുള്ള എല്ലാ ചർച്ചകളും മറ്റു തരത്തിലുള്ള പ്രചരണങ്ങളും എല്ലാവിധത്തിലുള്ള ഒരു ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളും പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണ്. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മുന്നോട്ട് പോയാൽ മതി എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് വേണ്ടി വന്നാൽ സോണിയാഗാന്ധിയെ കൂടി ഇടപെടുത്തിയതിനു ശേഷം ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനം ഒരു 2 ദിവസത്തിനുള്ളിൽ എടുക്കും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. മുഖ്യമന്ത്രി ആരെന്നറിയാൻ ഇനിയും 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഹൈക്കമാൻഡ് അറിയിക്കുന്നത്.